സോണിയുടെ കൊലപാതകത്തിന് ശേഷം അന്വേഷണ സംഘം വലിയ സമ്മർദ്ദത്തിലാണ്. മേലുദ്യോഗസ്ഥരുടെ മുൻപിൽ ജീവൻ ജോസിന് കണക്ക് പറയേണ്ടി വരുന്നു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ജീവൻ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു. ഡിപ്പാർട്ട്മെൻറ്റിനു പോലും അറിയാത്ത രഹസ്യ നിരീക്ഷകർ. അവർ ആരാണ്? നമുക്ക് കേൾക്കാം. കൊലയാളി ഭാഗം 95. തറയിൽ നിന്നും ജീവൻ ആദ്യം കണ്ടത് ജീപ്പിൻ്റെ ചക്രങ്ങളുടെ അടയാളങ്ങളാണ്. അതുപോലെയുള്ള അടയാളങ്ങൾ ഇതിനു മുൻപും 2-3 സ്ഥലങ്ങളിൽ നിന്നും കണ്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അതവിടെ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കിട്ടുമോ എന്ന് തിരഞ്ഞു നടന്ന ജീവൻ ജോസിന് കിട്ടിയത് ഒരു കഷ്ണം കടലാസാണ്. അത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയെങ്കിലും പെട്ടെന്ന് അതിൽ നിന്നും ഒന്നും പിടികിട്ടിയില്ല. എന്താണെങ്കിലും കയ്യിലിരിക്കട്ടെ എന്ന് കരുതി ഭദ്രമായി മടക്കി പേഴ്സിലേക്ക് വെച്ചു. അപ്പോഴേക്കും വീടിൻ്റെ അവിടെ വാഹനങ്ങൾ വന്നു നിൽക്കുന്നതിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് ജീവൻ തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ എത്തിയപ്പോഴേക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഫോറൻസിക് വിദഗ്ധരും വന്നിട്ടുണ്ട്. എല്ലാവരും പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ആവശ്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് ലോക്കൽ പോലീസിൽ നിന്നുള്ളവരും അവിടെ തന്നെയുണ്ട്. ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ജീവനും മറ്റും മൃതദേഹം പരിശോധിച്ചു നോക്കിയത്. കൊല്ലപ്പെട്ടത് സോണി തന്നെയാണെന്ന കാര്യം ഉറപ്പിച്ചു. വിവരങ്ങൾ അറിയിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് അറിയിക്കാനും തീരുമാനമായി. അതിനുള്ള നടപടികൾ അതിവേഗം സ്വീകരിച്ചു. അന്ന് വൈകുന്നേരം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ടെന്നും അതിൽ അറ്റൻഡ് ചെയ്യണമെന്നും ജീവനോട് പറഞ്ഞതിന് ശേഷമാണ് മോഹനൻ സാർ പോകാനിറങ്ങിയത്. പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒപ്പം നടന്നുകൊണ്ടിരുന്ന ജീവനെ അല്പം കൂടി അടുത്തേക്ക് വരുത്തിയിട്ട് മോഹനൻ സാർ പറഞ്ഞു, മേലുദ്യോഗസ്ഥന്മാർ നല്ല കലിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്നത് മുഴുവനും താഴെയുള്ളവരിലേക്ക് തരണമല്ലോ. അതുകൊണ്ട് അതുകൂടി പ്രതീക്ഷിച്ച് വൈകുന്നേരം വന്നാൽ മതി. പുതിയതായി മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി കയ്യിൽ കരുതിക്കോളൂ. നിൻ്റെ കയ്യിലായതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാണാൻ ന്യായമുണ്ടല്ലോ. മോഹനൻ സാർ അത് പറഞ്ഞത് ഉച്ചത്തിലൊന്നുമല്ല. എന്നിട്ടും സംഘത്തിലെ ബാക്കിയുള്ളവരും അത് കേട്ടു. തങ്ങളറിയാത്തതായി പ്രത്യേകമായി എന്തെങ്കിലും ജീവൻ സാറിൻ്റെ കയ്യിലുണ്ടാകുമോ? സംഭവങ്ങൾ നടന്നത് മുഴുവൻ പരസ്പരം ചർച്ച ചെയ്തതാണല്ലോ. അന്നേരമൊന്നും നമ്മളോട് പോലും പറയാതെ രഹസ്യങ്ങൾ എന്തെങ്കിലും ജീവൻ സാർ കണ്ടുപിടിച്ച് കരുതി വച്ചിട്ടുണ്ടോ? പത്രക്കാരും കുറേ പേർ അവിടെയും ഇവിടെയും ചുറ്റി നിൽക്കുന്നുണ്ട്. അവർക്ക് മാത്രം എത്ര കിട്ടിയാലും മതിവരില്ല. അവർക്കും അന്വേഷണ സംഘത്തിലെ പ്രധാനിയായ ജീവൻ ജോസിനോട് സംസാരിക്കണം. കുറ്റവാളികളെപ്പറ്റി എന്തെങ്കിലും സൂചനയുണ്ടോ എന്നറിയണം. അവർക്ക് അല്ലാതെ ലഭിച്ചിട്ടുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ജീവൻ്റെ അഭിപ്രായം കൂടി ആരായണം. ഈ ലക്ഷ്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചാണ് അവർ അങ്ങോട്ട് അടുത്തത്. അവരുടെ മുൻപിൽ പെട്ടാൽ കുറേ സമയം പിടിക്കും പുറത്തു വരാൻ. എന്നാലും അവരുടെ മുൻപിലേക്ക് തന്നെ ജീവൻ ജോസ് ചെന്നു. കൊലയാളി ഏകദേശം ഒരേ രീതിയിലുള്ള കൊലപാതകങ്ങൾ തന്നെ നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ അധികം നാളായല്ലോ. കുറേ പേർ കൊല്ലപ്പെടുകയും ചെയ്തില്ലേ? നിങ്ങൾക്ക് അത് തടയാനും കഴിയുന്നില്ല, പ്രതികളെപ്പറ്റി കൃത്യമായി ഒന്നും പറയാനും കഴിയുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് വിവരം ലഭിച്ചത്. അത് ശരിയാണോ? ചില കാര്യങ്ങൾ അങ്ങനെയാണ്, സംഭവിച്ചേ മതിയാകൂ. അതൊരുമാതിരി നിയോഗം പോലെയാണ്. എത്ര വലിയവർക്കാണെങ്കിലും അത് തടയാൻ കഴിയില്ല.
വേണ്ട രീതിയിൽ പരിശ്രമിക്കാത്തതാണ് കാരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഏത് രീതിയിൽ വേണമെന്ന് നിർദ്ദേശം തരാമല്ലോ. അത് തരാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ചെയ്തതിൽ കുറവുകളുണ്ടെന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അനുമതിയോടുകൂടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഉമ്മച്ചനും സോണിയും കൊല്ലപ്പെടും എന്ന കാര്യം നേരത്തെ മുതലേ ഡിപ്പാർട്ട്മെൻറ്റിൽ പലർക്കും അറിയാമായിരുന്നതായി ഞങ്ങൾക്ക് സൂചന കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ രഹസ്യ നിരീക്ഷണത്തിന് വരെ ആളുകളെ നിയമിച്ചത്. എന്നിട്ട് പോലും പ്രതികൾ ആരെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ പറയുന്നത്? കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവരെ അങ്ങനെ വെറുതെ സഞ്ചരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ? അന്ന് തന്നെ അവരുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കില്ലേ? വെറുതെ ഒരാളെ പിടിച്ചാൽ മതിയെങ്കിൽ എളുപ്പമായിരുന്നു. തെളിവുകൾ സഹിതം പിടിക്കണമല്ലോ. അത് എങ്ങനെയാണെന്ന വിവരം നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഈ പരമ്പര ഇതോടെ അവസാനിച്ചില്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും അവരുടെ പോരാട്ടം അവസാനിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ പരമ്പര ഇവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞങ്ങൾക്ക് പോലും അത്രയും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ലല്ലോ. ആ വിവരം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാനൊരു ഊഹം വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാറിൽ നിന്ന് അതിന് കിട്ടുന്ന മറുപടി എന്തായിരിക്കും എന്നറിയാമല്ലോ എന്ന് കരുതി. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ എന്തെങ്കിലും കൈക്കൊള്ളുന്നുണ്ടോ? അത് വിജയകരമാകാനുള്ള സാധ്യത ഉടനെയെങ്ങാനും ഉണ്ടോ? അതിന് ജീവൻ ജോസ് വെറുതെ ഒന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. തിരിച്ചു പോകുന്ന വഴിക്ക് മഹേന്ദ്രൻ പറഞ്ഞു, പത്രക്കാർ പറഞ്ഞത് വെറുതെയാക്കി തള്ളിയെങ്കിലും പരമ്പര ഇവിടെ അവസാനിച്ചു എന്നല്ലേ നമുക്കും മനസ്സിലാക്കാവുന്നത്? ആ പരമ്പര അവസാനിച്ചു, പക്ഷെ നമ്മുടെ ജോലി തീർന്നിട്ടില്ലല്ലോ. എന്തിനും ഏതിനും വൈകുന്നേരം മീറ്റിങ്ങിന് ശേഷം ബാക്കി പറയാൻ പറ്റും. അതുവരെ തൽക്കാലം അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ജീവൻ കാര്യമായി എന്തോ ആലോചനയിലാണെന്ന് കണ്ടതുകൊണ്ട് ബാക്കി 3 പേരും ശല്യപ്പെടുത്താൻ പോയില്ല. വൈകുന്നേരത്തെ മീറ്റിങ്ങിന് ചെല്ലേണ്ടത് ജീവൻ സാറാണല്ലോ. അപ്പോൾ കാര്യങ്ങൾ ക്രമമായി അവരുടെ മുൻപിൽ അവതരിപ്പിക്കുകയും വേണം. എത്ര തന്നെ ഭംഗിയായി അവതരിപ്പിച്ചാലും അവർക്ക് തൃപ്തിയാവാനുള്ള സാധ്യത കുറവാണ്. തൃപ്തി വരുത്താൻ വേണ്ടി സത്യത്തിനെ മാറ്റാൻ തനിക്ക് കഴിയില്ലല്ലോ. കാരണം ഡിപ്പാർട്ട്മെൻറ്റിൽ പലർക്കും പ്രിയപ്പെട്ടവനായ ഉമ്മച്ചനാണ് ഈയിടെ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. ഉമ്മച്ചനോളം തന്നെ പ്രധാനപ്പെട്ടവനായിരുന്നു സോണിയും. 2 പേരുടെയും കൊലപാതകത്തിന് കാരണക്കാരെന്ന് പ്രതീക്ഷിക്കുന്നത് നന്ദനും രമേശനും തന്നെയാണ്. അവർ 2 പേരും അന്വേഷണ സംഘത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ്. അവർ രക്ഷപ്പെടുന്നതിന് കാരണമായത് അന്വേഷണ സംഘത്തിൻ്റെ പിടിപ്പുകേടാണെന്ന് മുകളിൽ അഭിപ്രായമുള്ളതായി ജീവന് വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മേലുദ്യോഗസ്ഥന്മാരുടെ മുൻപിൽ ചെന്ന് പെടുമ്പോൾ പുതിയതായി എന്തെങ്കിലും നൽകാനില്ലെങ്കിൽ അവർ ശരിക്കും വിഷമിപ്പിക്കും. അന്വേഷണത്തിൻ്റെ ചുമതല തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പോലും സാധ്യതയുണ്ട്. അതിനെ ഭയപ്പെടുന്നില്ല. എങ്കിൽ പോലും പരാജിതനാവാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ. നല്ല തയ്യാറെടുപ്പുകളോടുകൂടി തന്നെയാണ് മേലുദ്യോഗസ്ഥരുടെ മുൻപിലേക്ക് ഉറച്ച കാൽവയ്പ്പുകളോടെ ജീവൻ നടന്നു ചെന്നത്. പ്രതീക്ഷിച്ചതുപോലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആദ്യമേയൊക്കെ ഉണ്ടായത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ജാഗ്രത കുറവ്
ഒന്നുകൊണ്ട് മാത്രമാണ് നന്ദനും രമേശനും രക്ഷപ്പെട്ടു കളഞ്ഞത്. അത് നിങ്ങൾക്ക് തടയാമായിരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ ഈ 2 കൊലപാതകങ്ങളും നമുക്ക് തടയാൻ കഴിയുമായിരുന്നു എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിലയിരുത്തൽ. അതിനെപ്പറ്റി ജീവൻ ജോസിന് എന്തു പറയാനുണ്ട്? നന്ദൻ രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം ഞങ്ങൾക്ക് പുറമെ കൽപ്പറ്റ സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവർക്ക് കൂടി അറിയാവുന്നതാണ്. വനവാസികളിൽ ചിലർക്കും വിവരങ്ങൾ അറിയാം. കാട്ടാന മറിച്ചിട്ട ജീപ്പിൽ നിന്നും ഞങ്ങൾ പുറത്തുവരും മുൻപ് തന്നെ നന്ദൻ രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആർക്കായാലും കണക്ക് കൂട്ടാൻ കഴിയാത്ത ഒരു ആക്രമണമാണെന്ന് അവിടെ ഉണ്ടായത് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അത് സമ്മതിച്ചാൽ പോലും രമേശനെ തന്ത്രപരമായി കൊടുക്കാനുള്ള വഴികളെല്ലാം തയ്യാറായി എന്ന് പറഞ്ഞതല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നും പറഞ്ഞതായിരുന്നല്ലോ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ വിളിച്ചു പറയുകയല്ലായിരുന്നോ അവൻ രക്ഷപ്പെട്ടു എന്ന്? അത് പിടിപ്പുകേടല്ലാതെ പിന്നെ എന്താണ്? നമ്മൾ നടത്തുന്ന നീക്കങ്ങളെല്ലാം വിജയിക്കുകയാണെങ്കിൽ പിന്നെ അന്വേഷണം എന്ന് പറയുന്നത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാവില്ലേ? അങ്ങനെ മറുപടി പറഞ്ഞാൽ അവരുടെ ദേഷ്യം അത്ര കൂടി കൂടും എന്നതല്ലാതെ പ്രത്യേകം നേട്ടമൊന്നും ഇല്ലല്ലോ. കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് കാര്യവുമില്ല. തൻ്റെ സംഘത്തിലുള്ള 2 പേരുടെ മേൽ കുറ്റം ചാർത്തിയാൽ ജീവന് ഇപ്പോൾ നടുനിവർത്തി നിൽക്കാം. പക്ഷേ അതിനയാൾ തയ്യാറല്ല. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. അവർ 2 പേരും രക്ഷപ്പെട്ടുവെങ്കിലും അന്നു മുതൽ തന്നെ അവർ എൻ്റെ ആളുകളുടെ നിരീക്ഷണത്തിലാണ്. നിരീക്ഷിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്ത ആളുകൾ ഒന്നും ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരല്ല. നല്ല ശുദ്ധരായ ഗ്രാമീണരാണ്. എല്ലാ കാലത്തും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സഹായിച്ചിട്ടുള്ളവർ. അവരുടെ സഹായം കൊണ്ട് മാത്രം പല സാഹചര്യങ്ങളിലും ഡിപ്പാർട്ട്മെൻറ്റ് പല കുപ്രസിദ്ധ കുറ്റവാളികളെയും പിടിച്ചിട്ടുള്ളതുമാണ്. ജീവൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് മോഹനൻ സാറിനൊഴികെ ആർക്കും പിടികിട്ടിയില്ല എന്ന് തോന്നുന്നു. അതാരായിരിക്കും ജീവൻ്റെ രഹസ്യ നിരീക്ഷകർ? അങ്ങനെ പുറമേ നിന്നുള്ളവരെ നിരീക്ഷകരായി നിലനിർത്തുന്നത് ഡിപ്പാർട്ട്മെൻറ്റിലെ മേലുദ്യോഗസ്ഥർ സമ്മതിക്കുമോ? 95-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ജീവൻ ജോസിൻ്റെ രഹസ്യ നിരീക്ഷകർ ആരായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അടുത്ത ഭാഗവുമായി നമുക്ക് മറ്റന്നാൾ വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അവരും കൂടി കാണട്ടെന്ന്. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം.